ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നവകേരള സദസ് ആര് മറന്നു കാണത്തില്ലേ? ഒരുപാട് വിവാദങ്ങൾക്കിടയാക്കിയ ഒരു കാര്യമായിരുന്നു നവകേരള സദസ്സും അതിനോടനുബന്ധിച്ച് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അത്യാധുനിക സംവിധാനത്തോടുകൂടി തയ്യാറാക്കിയ നമ്മുടെ നവകേരള ബസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നവകേരള സദസ്സ് തന്നെ വലിയൊരു ദൂർത്താണ്. നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും ഈ പറയുന്ന പുരോഗതി ഉണ്ടാവാതിരിക്കുന്ന സമയത്ത്, ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്ത്, ഖജനാവിൽ ഒരു തരത്തിലും പൈസ ഇല്ലാന്ന് സർക്കാർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കോടിക്കണക്കിന് പൈസ മുടക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നവകേരള സദസ്സ് തന്നെ വേണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉയർന്നു വന്നിരുന്നു. വിവാദങ്ങൾ പല സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല രീതിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ അതിനെ പ്രതിരോധിച്ചതെന്ന് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ നാടിന്റെ പുരോഗതി ലോകമെമ്പാടും വാഴ്ത്തുന്നതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ലൊരു കാര്യമാണെന്നാണ് എല്ലാ ആൾക്കാരും മുന്നോട്ട് വന്ന് പറഞ്ഞതെന്ന് പറയുന്നത്. എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം ഉണ്ടാവുന്ന സമയത്ത്, ഒരു വിഷയം ഉയർന്നു വരുന്ന സമയത്ത് അതിന് രണ്ട് വാദഗതികൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ അതൊക്കെ പോട്ടെ, നവകേരള സദസ്സ് നല്ല രീതിക്ക് പോയിട്ട് അതിന് നല്ല പുരോഗതി ഉണ്ടായെന്നോ നാട് മൊത്തം അറിഞ്ഞെന്നോ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ നവകേരള ബസ് അതിന്റെ ബോഡി മാത്രം പണിയുന്നതിന് വേണ്ടി തയ്യാറാക്കി അല്ലെങ്കിൽ മുടക്കിയ പൈസ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 64 ലക്ഷം രൂപയായിരുന്നു. ബോഡി മാത്രമെന്ന് ആലോചിക്കണം. അതിൽ എന്തൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, കറങ്ങുന്ന കസേര വരെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നതെന്ന് പറയുന്നത്. പാൻട്രി ഏരിയ, വാഷ് ഏരിയ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അത്രയധികം അത്യാധുനിക സംവിധാനത്തോടെ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ് അവിടെ സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും രൂപ മുടക്കി ഇങ്ങനെ ഒരു ബസ്സിന്റെ ആവശ്യകത ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയല്ല, ഇത് നിന്നെ നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് KSRTCക്ക് കൈമാറും, നല്ല രീതിക്ക് ഫലപ്രദമായിട്ടുള്ള വിധത്തിൽ ഉപയോഗിക്കും, ടൂറിസം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അത് ഊഹിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യ സമയത്ത് ഈ ഒരു നവകേരള ബസ്സിനകത്ത് ഉണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം, ഡ്രൈവറുടെ സീറ്റ് അടക്കം 25 സീറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം പൊതുവെ പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലാണ് ഈ ബസ് ഓടിക്കൊണ്ടിരുന്നത്. KSRTCക്ക് കൈമാറി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ലാഭമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ലാഭം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സീറ്റുകളുടെ എണ്ണം കൂട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ കൂട്ടാൻ പോകുന്നത് 30 സീറ്റുകളൊക്കെ ആയിട്ടാണ് കൂട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പം 25 സീറ്റിൽ നിന്ന് 5 സീറ്റ് കൂടുന്ന സമയത്ത് 5 സീറ്റ് കൊണ്ട് എത്രത്തോളം ലാഭമാണ് ഈ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും വ്യക്തമാവാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി അവിടെ കൊടുത്തിരുന്നതെന്ന് പറയുന്നത് യൂറോപ്യൻ ക്ലോസറ്റ്, അത് യാത്രക്കാരൊന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ഇന്ത്യൻ ക്ലോസറ്റ് ആയിട്ട് മാറ്റുകയാണ്. പാൻട്രി സംവിധാനമൊക്കെ മാറ്റുകയാണ്. അതിനപ്പുറത്തേക്ക് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം, ഇങ്ങനെയൊക്കെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരാൻ പോവുകയാണെന്ന് പറയുന്നത്. അപ്പം 64 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് അതിന്റെ ഈ പറയുന്ന ബോഡി മാറ്റിയെന്ന് പറയുന്നത്. അപ്പം ഇത്രയും രൂപ മുടക്കിയിട്ട് ഇനി അകത്തുള്ള ഭാഗങ്ങളൊക്കെ പുനർക്രമീകരിക്കാൻ പോകുന്ന സമയത്ത് എത്ര രൂപ ആവശ്യമായി വരുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന KSRTC ബസ് തന്നെ നഷ്ടത്തിലാണ്, അവർക്ക് പൈസ കൊടുക്കാനില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് ഇത്രയും ഇനിയും ഒരുപാട് ലക്ഷങ്ങൾ മുടക്കേണ്ടി വരും ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർണാടകയിലാണ്, കർണാടക വർക്ക്ഷോപ്പിലാണ് ഈ ബസ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. മാറ്റാൻ പോകുന്നത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പോകുന്നുണ്ട്, പാൻട്രി ഏരിയ മാറ്റാൻ പോകുന്നുണ്ട്, വാഷ് ഏരിയ മാറ്റാൻ പോകുന്നുണ്ട്, ഇനി നമ്മൾ അവിടുത്തെ ഡ്രൈവറുടെ ആയിരിക്കുന്ന ആ ഭാഗങ്ങൾ മാറ്റാൻ പോകുന്നുണ്ട്. ഇതൊക്കെ മാറ്റിയതിന് ശേഷം സീറ്റ് കൂട്ടുക എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നത്. അപ്പം അതോടുകൂടി എന്ത് തരത്തിലുള്ള മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, എത്ര പേര് ഇതിൽ കയറും എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, എത്ര ലാഭം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റും. 25 സീറ്റിൽ നിന്ന് 30 സീറ്റിലേക്ക് മാറ്റുന്ന സമയത്ത് എത്ര രൂപയാണ് കിട്ടാൻ പോകുന്ന കാര്യമൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. പൈസ ഇല്ല, ഖജനാവിൽ ഒരു തരത്തിലും പൈസ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ സത്യത്തിൽ ഒരു ദൂർത്ത് തന്നെയല്ലേ? ആവശ്യമില്ലാത്ത നടപടിക്രമങ്ങളല്ലേ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഏതൊരു സാധാരണക്കാരനെ പോലും എനിക്ക് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ അടുത്തെന്ന് പറയുന്നത്. ചുമ്മാതെ പറഞ്ഞുകൊണ്ട് ബോഡിക്ക് മാത്രം 64 ലക്ഷം രൂപ. ഈ 64 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരുടെ പെൻഷൻ കൊടുക്കാന്നുള്ള കാര്യം പോട്ടെ, തുച്ഛമായിട്ടുള്ള കുറച്ച് പേരുടെ ആയാലും അത് അത്ര ആയില്ലേ? വീണ്ടും കടം പറഞ്ഞ് ഇങ്ങനെ പോകുന്നതിനേക്കാളും ഭേദമല്ല അതെന്ന് പറയുന്നത്. ആ ഒരു ബസ് കൊണ്ട് ഇനി എത്ര നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത്? ഇനിയും അത് പുതുക്കി പണിഞ്ഞ് നേരത്തെ കൊടുത്തിരുന്ന ആ കമ്പനിക്ക് തന്നെയാണ് ഇപ്പോഴും അത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്, അടുത്ത പണിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇനിയും ലാഭം ഉണ്ടായില്ലെങ്കിൽ അപ്പം വീണ്ടും അത് അഴിച്ചു പണിയോ നമ്മുടെ സാധാരണഗതിയിലോട്ടുള്ള KSRTC ബസ്സാക്കി മാറ്റാൻ പോവുകയാണ് ചെയ്യുന്നത്.